ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എന്താ ഫയറോ? ഞാനിന്ന് എന്താ നിങ്ങൾ ഉദ്ദേശം? ഞാൻ ബീഫിന്റെ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. മടുപ്പില്ലേ ബേബി? എന്താണ് അല്ല എന്റെ വെറൈറ്റീസ്? ഞാൻ ബീഫ് ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ നല്ല മേലെ 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 അടിപൊളി ഷേക്കാക്കണം. കേട്ടിട്ടുണ്ടല്ലോ? എനക്ക് ബീഫ് വേണം. പക്ഷെ നമുക്ക് കാര്യം ചെയ്യാം, എവിടെയെങ്കിലും നല്ല മേയാൻ വിട്ട വല്ല പോത്തും ഉണ്ടാവും. അതിന് മെല്ലിങ് വെച്ചിട്ട് എന്താ പുരുഷു ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ചിക്കനും ബീഫും ഇതൊന്നും വേണ്ട, അത് എപ്പോഴും കണ്ടു കണ്ട് മടുത്തില്ലേ. നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആയിക്കണം. എന്തേ ശരിയാണ് ശരിയാണ്. ഓടിക്കളിക്കല്ലേ, ഫോക്കസ് പോവും. അപ്പൊ നമ്മളെ ലെയർ ഷേക്ക്, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2-3 ഫ്രൂട്ട് വേണം. അതെന്തെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളല്ല, ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മാംഗോ, അവോക്കാഡോ, പിന്നെ 2 ബനാന. ഞാൻ എൻ്റെ മാംഗോ എന്ന് പറയുന്നത് മറ്റേ അൽഫോൺസോ ആണ് എടുത്തത്. അത് കുറച്ച് ചെറുതായിരുന്നതുകൊണ്ട് ഏകദേശം ഫുൾ മാങ്ങ തന്നെ ഉണ്ട്. ഇത് ഞാൻ അവോക്കാഡോ ഒരു ഹാഫ്, അതൊരു ഇടത്തരം സൈസാണ്, അതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഈ കാണുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ട പാല് കട്ടപ്പാലാണ്, നമ്മൾ ഷേക്ക് അടിക്കുന്ന കട്ടപ്പാൽ. എല്ലാ കുഴപ്പമില്ല, നടുക്കത്തെ കട്ട നമുക്ക് എടുക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എടുത്ത ഈ ഫ്രൂട്ട്സ് മറ്റേ അവോക്കാഡോ, മാംഗോ, ഇത് രണ്ടും സ്ലൈസ് ചെയ്തിട്ട് ഫ്രീസറിൽ നമ്മൾ ആക്കുന്നതിന്റെ കുറച്ച് മുന്നേ ഫ്രീസറിൽ വെച്ചിട്ട് ആ ഒരു ഹാർഡാക്കി എടുക്കുന്നതിന് നന്നായിരിക്കും. കാരണം എത്ര മുന്നേ വെച്ചാൽ അതായത് ഷേക്ക് ആക്കുമ്പോൾ നിങ്ങൾ ഫ്രീസറിൽ നിന്ന് എടുത്താൽ മതി. അതിന് കുറച്ച് മുന്നേ ഒരു 1 hour 2 hour എങ്കിലും അതിൽ വെച്ചാൽ മതി. കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയില്ല. കുറച്ച് ലൂസായി കഴിഞ്ഞാൽ എന്താവുന്ന ചിലപ്പോൾ നമ്മൾ ആ ലെയർ ചെയ്യുന്ന സമയത്ത് മിക്സ് ആയി പോകും. നിങ്ങളെ സ്പെഷ്യൽ ഷേക്ക് അല്ലേ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ വൃത്തിയിൽ പറഞ്ഞു കൊടുക്കണല്ലേ. ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടേയിരിക്കും. ശരിയാണ് ശരിയാണ്. അല്ല, നമുക്ക് പിന്നെ നിങ്ങളെ പോലെ ഇത് ഭയങ്കര പ്രസന്റ് ചെയ്തിട്ട് അധികമായ പരിചയമൊന്നും ഇല്ലല്ലോ. സാധാരണ ആളുകളാണ്, അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. അതൊന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവം ആ ഒരു തിക്നെസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. കട്ടപ്പാൽ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം പാല് ഇത്തിരി ലൂസാണെങ്കിൽ കട്ടപ്പ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. അപ്പോൾ പാല് എന്താ പറയാ നോർമൽ ആണെങ്കിലും തിക്നെസ് കുറയില്ല അങ്ങനെ ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ അവോക്കാഡോ ഇട്ടു. അതിൽ നമ്മൾ ഈ എടുത്തു വെച്ച പഞ്ചസാരയാണ് ഞാൻ ഒരു 1 ടീസ്പൂൺ 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. പാൽ, തിക്കായിട്ടുള്ള പാൽ, അതും കുറച്ച് ആഡ് ചെയ്തു. ഇതിന് നമുക്ക് തിക്ക് ഷേക്ക് ആക്കിയിട്ട് എടുക്കാം. നല്ല തിക്കായിട്ട് നമ്മൾ ഇതുപോലെ അടിച്ചിട്ട് മാറ്റി വെക്കുക. ഇത് നമ്മളെ ലെയറിന് ആവശ്യമുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റേ 2 ഫ്രൂട്ടും കൂടി നമുക്ക് ഇതേപോലെ തിക്കാക്കി അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ മാങ്ങ അടിച്ചെടുക്കാം. ഇത് റോ ആയിട്ട്, അതായത് നമ്മൾ പാല് വേണമെന്നില്ല, മാംഗോ അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ മാങ്ങേൻ്റെ ഒരു പഴുപ്പ് പോലെ തന്നെ അടിച്ചെടുത്താൽ, അതായത് കളർ നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ്. പാൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് വേണമെങ്കിൽ അത് അടിഞ്ഞു കിട്ടാനുള്ള ഒരു എളുപ്പത്തിന് വേണമെങ്കിൽ ലേശം ആക്കാം. നമ്മളെ ഫൈനൽ ഐറ്റം ബനാന കൂടി നമുക്ക് ഷേക്ക് ആക്കി.
ഇപ്പോൾ പഴം ഇട്ടു, അതിൽ കുറച്ച് നമ്മളെ കട്ടപ്പന കയറ്റി, ഇനി ബാലൻസ് ഉള്ള പഞ്ചസാരയും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ലെയർ ഓഫ് ഷേക്ക്. ബേബി എന്താടി, നിനക്കെന്താണ് ഒരു പുച്ഛം? ഒന്നുമില്ല, അടിച്ചു എന്താ ഒരു ബ്യൂട്ടി. നീ അധികം കളിക്കാൻ നിൽക്കണ്ട കേട്ടോ, അതിനെ ഞാൻ അങ്ങനെ ചവിട്ടിക്കൂട്ടി കിണറ്റിട്ടില്ല. നിങ്ങൾ ഇപ്പൊ എന്നെ കിണറ്റിലിട്ടാൽ തന്നെ കിണറ്റിൽ വെള്ളമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ പോയി അതിനകത്ത് വീണ് ലാസ്റ്റ് എന്റെ കൈയും കാലും ഓടിഞ്ഞ് നിങ്ങൾ എന്തായാലും നിങ്ങളെ കയ്യിൽ കേസ് കൊടുക്കും, അത് വേറെ. പിന്നെ നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ലാസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം, എന്റെ ബാത്റൂമിൽ കൊണ്ടുപോകണം, ഇതൊക്കെ വേണം ഫയറു. അയ്യോ വേണ്ട വേണ്ട, അത്രയൊക്കെ ഞാൻ ആലോചിച്ചിട്ടില്ല. ആക്ച്വലി ഈ മഹാമാരിയെല്ലാം വന്നിട്ട് എത്ര ആൾക്കാരാ മരിച്ചുപോയി അല്ലേ ഫെബി? ഞാൻ ഫയറു പറയാനുണ്ടാ? നിങ്ങൾ എന്തിനാ ഇപ്പൊ പറഞ്ഞേ? ഒന്നുമില്ല. ഞാനത്ര പെട്ടെന്ന് പോയി നിങ്ങൾ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. അല്ല എനിക്കറിയാം, അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നല്ലേ പണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്റെ കാര്യത്തിലുള്ള ഒരു പോലും എന്തോ ഇത് കണ്ട ഞാൻ ചൂടാക്കിട്ട് വെച്ചിരുന്നു കേട്ടാ. നമ്മളെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള മാംഗോ ഷേക്ക് ആദ്യം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കാൻ വലിയ അധ്വാനമൊന്നുമില്ല, വലിയ റിസ്ക് ഒന്നുമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് ഒറ്റയടിക്ക് അങ്ങ് ഒഴിച്ചോ. അത് കഴിഞ്ഞിട്ട് മെല്ലെ അതിൻ്റെ മേലേക്ക് അവോക്കാഡോ ഒഴിച്ചു കൊടുക്കുക. അവോക്കാഡോ ഒറ്റയടിക്ക് ഒഴിക്കരുത്, ഒരു സ്പൂണിൽ കൊണ്ട് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഫൈനൽ നമ്മളെ ബനാന ഷേക്കിൻ്റെ അതും ഇതേപോലെ സ്പൂണിലെടുക്കുക, മേലെ നല്ല സ്പ്രെഡ് ചെയ്തിട്ട് റൗണ്ട് ആക്കിയിട്ട് ഫുള്ള് ഫില്ല് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ ലെയേഴ്സ് ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, പിന്നെ വരുന്നത് ഡെക്കറേഷൻ പാർട്ട്. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഇതിനെ നല്ല ഗ്ലാമർ ആക്കി എടുക്കാം. കാവൽക്കാരനും റെഡി. അതാ തൊപ്പിയും തലയൊക്കെ ഉണ്ടല്ലോ. അത് ഹെൽമെറ്റാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്തായാലും എനിക്കെന്തും പറയാനില്ലേ? ഗ്ലാസ് പൊട്ടാതിരുന്ന ഭാഗ്യം. ഗ്ലാസ് ഇതിനെ കൊണ്ട് ഞാൻ മറ്റേ ഇങ്ങനെ കളിക്കും. അപ്പൊ ഇതാണ് നമ്മളെ ട്രിപ്പിൾ ലെയർ ഷേക്ക്, സ്പെഷ്യൽ ഷേക്ക്. കഴിച്ചു നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് എന്താണ് സംഭവം. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, എന്നിട്ട് പറയാം, അഭിപ്രായം പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. ഡെക്കറേഷൻ ഞാൻ കിസ്മിസ്, ഇതിനെന്താ പറയാ, റൈസിൻസ് ആണ് ഇട്ടിട്ട്, കാഷ്യൂ, കുറച്ച് മറ്റേ പിസ്ത ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഇതിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻജോയ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.